അറിവ് എന്ന് പറഞ്ഞാൽ അത്രയും അറിവാണ്. ശ്രീമദ് ഭാഗവതത്തിൽ പലപ്പോഴും ബ്രഹ്മാവിനെ ശ്രീഭഗവാൻ എന്ന് പറഞ്ഞിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഈ മാത്രമല്ല, ഈ അടുത്തൊരു വിശേഷം എന്താ ബ്രഹ്മാവിന്? സാക്ഷാൽ ഭഗവാൻ ആദ്യമായി ഈ ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചു കൊടുത്തതും ഈ ബ്രഹ്മാവിന് തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞാൽ അവസാനിക്കാത്തത്രയും വിശേഷങ്ങൾ ആർക്കുണ്ട്? ആ ബ്രഹ്മാവിനുണ്ട്. ആ ബ്രഹ്മാവിന് തോന്നിയത്ര ഭഗവാന്റെ ഏതെങ്കിലും ഒരു ബാലലീല എനിക്കൊന്ന് കാണണം. അങ്ങനെ ബ്രഹ്മാവ് വിവരമൊക്കെ അറിഞ്ഞു. ഇങ്ങനെ ഭൂമിയിൽ ഭഗവാൻ ഒന്ന് അവതരിച്ചിട്ടുണ്ട്, അവിടെ അത്താടിയിലാണ് ലീലകളാടുന്നത് എന്നൊക്കെ അറിഞ്ഞ സമയത്താണ് ബ്രഹ്മാവ് നേരെ എവിടെ വന്നു? വൃന്ദാവനത്തിൽ വന്നു. അങ്ങനെ വന്ന സമയത്ത് ബ്രഹ്മാവ് എന്താ കണ്ടത് തന്നെ? അവിടെ കൃഷ്ണന്റെ കൂടെ ഒരുപാട് കൂട്ടുകാരെ, എത്രയെത്ര കൂട്ടുകാർ. ഭഗവാനെ കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ ഭഗവാന്റെ കൂട്ടുകാരെ കാണാനും നല്ല ഭംഗിയാണ്. അപ്പൊ ബ്രഹ്മാവ് ആകാശത്തിൽ വന്നിട്ട് താഴത്തേക്ക്, ബ്രഹ്മാവിന് നമ്മുടെ മാതിരിയല്ല, നമുക്കൊക്കെ 2 കണ്ണാണെങ്കിൽ ബ്രഹ്മാവിന് 4 ശിരസ്സായതുകൊണ്ട് ഒരു ശിരസിൽ 2 കണ്ണ് വെച്ച് കൂട്ടുക. അപ്പൊ 4 × 2 = 8. അപ്പൊ ബ്രഹ്മാവിന് എത്ര കണ്ണുകളുണ്ട്? 8 കണ്ണുകളുണ്ട്. അപ്പൊ ബ്രഹ്മാവ് വൃന്ദാവനത്തിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കിയ സമയത്ത് വൃന്ദാവനം കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇഷ്ടംപോലെ വൃക്ഷങ്ങള്, ഇഷ്ടംപോലെ പൂക്കള്, എല്ലാ കാലാവസ്ഥയ്ക്കും അനുകൂലമായിരിക്കുന്ന ഒരു പ്രദേശം. അവിടെയാണ് ആ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പശുക്കുട്ടികളെയൊക്കെ കൊണ്ട് കളിക്കാൻ വേണ്ടി വന്നത്. പശുക്കുട്ടികളൊക്കെ പല വഴിക്കുന്ന നെഞ്ഞു നടക്കുന്നുണ്ട്. ബ്രഹ്മാവ് നോക്കി എന്തൊക്കെയാണ് ഭഗവാൻ ചെയ്യണത്. ഭഗവാൻ പല തരത്തിലുള്ള കളികളാണ് ആ വൃന്ദാവന ഭൂമിയിൽ ചെയ്യുന്നത്. ചാടുന്നുണ്ട്, ഓടുന്നുണ്ട്, മരത്തിൻ്റെ മുകളിലുള്ള ഈ വാനരന്മാരുടെ വാല് പിടിച്ച് മരത്തിൻ്റെ മുകളിലേക്ക് കയറുന്നത് ആരെ കണ്ടു? ആരാ കണ്ടത്? നിങ്ങൾ കണ്ടോ? കണ്ടിട്ടില്ല അല്ലേ? നമ്മളാരും ഇതൊന്നും കണ്ടിട്ടില്ല. നമ്മൾ ഈ ഭാഗവത ഗ്രന്ഥമൊക്കെ വായിച്ചു നോക്കി നമ്മളുടെ ഭാവനയിൽ ഇതൊക്കെ കാണുന്നുണ്ട് എന്നല്ലാതെ നമ്മളാരും ഇതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ബ്രഹ്മാവ് വൃന്ദാവനത്തിൽ വന്നപ്പോൾ ഇത്തരത്തിലുള്ള ഭഗവാന്റെ എത്രയോ കാഴ്ചകൾ കണ്ടു. അപ്പൊ കുട്ടികളൊക്കെ പാടെ പറയുന്നുണ്ട്, ഇതേ ഒരു പാമ്പ്. പാമ്പോ? അപ്പൊ ആരോ പറഞ്ഞു അത് പാമ്പൊന്നുമല്ല, അതെ ഇത് വലിയൊരു എന്തൊരു ഒച്ചയും പറഞ്ഞ ആ കുട്ടികൾ ഉണ്ടാക്കണത്. അവര് പറഞ്ഞു പാമ്പാണ്. അപ്പൊ ചെല്ലു പറഞ്ഞു പാമ്പല്ല, പാമ്പാണ്, ഇത് വായ തുറന്നിരിക്കുകയാണല്ലോ. ബ്രഹ്മാവ് ഒരു പറഞ്ഞൊക്കെ കേട്ടു. പിന്നെ കുട്ടികൾ പറഞ്ഞു ഇത് പാമ്പാണോ പാമ്പല്ലോ എന്ന്. എങ്ങനെ? ആരോ പറഞ്ഞത് ഗുഹയാണെന്നാണ് തോന്നുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, പാമ്പാണെങ്കിൽ കയ്യടിച്ച് ഒച്ചയുണ്ടാക്കിയാൽ പാമ്പൊന്നും എന്തെങ്കിലും ചലിക്കില്ലേ? അങ്ങനെ എല്ലാ കൂട്ടുകാരും കൂടി കയ്യടിച്ച് കുറേ നേരം നിന്നു. പക്ഷേ കയ്യടിച്ചാൽ ആ ശബ്ദം ആർക്ക് കേൾക്കാൻ പറ്റില്ല. ഇത് വാസ്തവത്തിൽ ഒരു പാമ്പായിരുന്നു. അഘാസുരൻ എന്ന് പറയുന്ന എത്രയോ വലിയ ഒരു പാമ്പാണ് അവിടെ വൃന്ദാവനത്തിൽ തന്നെ വലിയ വായ കുറിച്ച് കിടക്കുന്നത്. ബ്രഹ്മാവ് നോക്കിയിട്ട് നല്ല രസം തന്നെ കാണാൻ. ഹംസൻ പറഞ്ഞയച്ച എത്രയോ വലിപ്പമുള്ള അഘാസുരനെ കാണാൻ നല്ല രസമുണ്ട്. എത്രയോ വലിയ വാഴയിൽ തുറന്ന അഘാസുരൻ കാണാതെ നിൽക്കാം. കുട്ടികളെല്ലാവരും കയ്യടിച്ചപ്പോൾ ആര് കേട്ടില്ല? എത്തിക്കണ്ടോ? അവ മകയുടെ അപ്പോൾ ഈ അഘാസുരനാണെന്ന് ആർക്ക് മനസ്സിലായി? ബ്രഹ്മാവിന് മനസ്സിലായി, ഹംസന് മനസ്സിലായി, ഹംസന്റെ കൂടെ അഘാസൊക്കെ മനസ്സിലായി. പക്ഷെ കൂട്ടുകാർക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അവർ കയ്യടിച്ചിട്ടാണ് അങ്ങോട്ട് കയറിയത്. ആ പാമ്പിന്റെ മായിലേക്ക് കയറിയത്. എന്തേ കയ്യടിച്ചിട്ട് അഘാസുരൻ കേൾക്കാതിരുന്നത്? കേൾക്കണ്ട എന്ന് വിചാരിച്ചിട്ടല്ല, അത് പാമ്പായതുകൊണ്ടാണ്. പാമ്പിന് ഈ പുറമെയുള്ള ഒരു ശബ്ദവും കേൾക്കുവാനുള്ള കഴിവില്ല. ചിലപ്പോൾ കണ്ടില്ലേ ഈ പാമ്പിനെ ചില പാമ്പാടികളൊക്കെ കയ്യിൽ മകുടി പിടിച്ചിട്ട് ഇങ്ങനെ നല്ല പാട്ടൊക്കെ പാടും. നമ്മൾ ഈ പാമ്പ് ഈ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇന്നേ തന്നെ പാമ്പ് ഒരു പാട്ടും കേൾക്കുന്നില്ല. എന്താ കാരണം? പാമ്പിന് കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് പിന്നെന്താ ഈ മകുടി പിടിച്ചിങ്ങനെ വെക്കുമ്പോൾ പാമ്പിനെ ഇളകുന്നത്? അതാ പാമ്പാട്ടിയുടെ അറിയുന്ന മകുടിയെ നോക്കി അത് തല ചലിപ്പിക്കുകയെന്നല്ലാതെ പാമ്പൊന്നും കേൾക്കുന്നില്ല. ഒരു പാമ്പിനൊന്നും കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അതിനെ പ്രതീക്ഷിച്ച് വിശ്വോത്തരകൃഷ്ണ കഥ പറഞ്ഞു കൊടുത്തു. ഈ ശ്രീകൃഷ്ണൻ എല്ലാ കൂട്ടുകാരും കരതാടനം ചെയ്തിട്ടും ആരെയും കിട്ടില്ല. ആ പെരുമ്പാമ്പ് കേട്ടില്ല. ബ്രഹ്മാവെല്ലാം ആകാശത്തൊന്നും നോക്കി നിൽക്കുക. ഇനി കേൾക്കാൻ കാണുന്നതെന്ന് അറിയണ്ടേ? അങ്ങനെ ഭഗവാന്റെ കൂട്ടുകാരും പശുക്കുട്ടികളും മുഴുവൻ ആ വലിയ പെരുമ്പാമ്പിന്റെ അകത്തേക്ക് കയറി പോയി.
കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നീലമേഘ ശ്യാമള കോമളനായ ഭഗവാൻ എല്ലാം വരുന്നത്. ആകാശത്തിൽ നിന്ന് ആര് കണ്ടു? ബ്രഹ്മാവ് കണ്ടു. അതില്ല ഒരു മതിയായ ഭഗവാനെ കാണാനല്ലോ. ബ്രഹ്മാവ് നോക്കി, വളരെ ചെറിയൊരു ഉണ്ണിയാണ്, നല്ല നീലമേഘത്തിൻ്റെ നിറമാണ്, തലയിൽ യശോദ കാത്തിയിരിക്കുന്ന ധാരാളം മൈത്രികൾ വെച്ചിട്ടുണ്ട്, നല്ല മഞ്ഞപ്പത്ത് കൊടുത്തിട്ടുണ്ട്, ധാരാളം മാലകൾ കഴുത്തിൽ കാത്തിയിട്ടുണ്ട്. അതൊക്കെ കാട്ടിൽ നിന്ന് വീട്ടിലെ കുഞ്ഞിക്കുരു മുതലായ മാലകളൊക്കെയാണ് ഭഗവാൻ കഴുത്തിൽ വെച്ചിരിക്കുന്നത്. ഇവിടെ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ആ പാമ്പിൻ്റെ പുറത്തവിടെ നിന്നു. ഭഗവാൻ മനസ്സിലായി, എൻ്റെ കൂടെയുള്ള എല്ലാ കൂട്ടുകാരും ഈ വലിയ അനാസുരൻ്റെ വായിൽപ്പെട്ട് കഴിഞ്ഞു. ഉടനെ ഭഗവാൻ എങ്ങോട്ട് കയറി? നേരെ അനാസുരൻ്റെ വായിലേക്ക് കയറുന്നത് ആകാശത്തിലിരുന്ന് ബ്രഹ്മാവ് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ എന്താ ചെയ്തതെന്നല്ലേ, ഭഗവാൻ അകത്ത് കയറി ഉടനെ അനാസുരൻ വായ കൂട്ടി. ബ്രഹ്മാവ് വിചാരിച്ചു, ഇതിലേക്ക് എന്ത് രീതിയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അകത്ത് ചെന്ന സമയത്ത് ഭഗവാൻ മനസ്സിലായി, ഈ പെരുമ്പാമ്പ് വായ അടച്ചു കഴിഞ്ഞു. എൻ്റെ കൂട്ടുകാരും പശുക്കുട്ടികളും മുഴുവൻ എവിടെയാണ്? ഞാനും എവിടെയാണ്? ഈ വലിയ പെരുമ്പാമ്പിൻ്റെ ഉള്ളിലാണ്. അമ്മാവ! ഭഗവാൻ പാമ്പിൻ്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു. ആരും കേട്ടില്ല. ഹംസൻ എങ്ങനെ കേൾക്കാനാ? ഭഗവാൻ അവിടെ നിന്ന് വിചാരിച്ചു, അമ്മാവൻ പൂതനയെ പറഞ്ഞയച്ചു, പൂതനയ്ക്ക് ഞാൻ മോക്ഷം കൊടുത്തു. അമ്മാവൻ പിന്നീട് ഒരു വണ്ടി കൊടുത്തയച്ചു, ശകടാസുരന് ഞാൻ മോക്ഷം കൊടുത്തു. കാറ്റിന്റെ രൂപത്തിൽ തൃണാവർത്തനെ പറഞ്ഞയച്ചു, തൃണാവർത്തനും ഞാൻ മോക്ഷം കൊടുത്തു. ഇങ്ങനെ അമ്മാവൻ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ച ആൾക്കാർക്കൊക്കെ ഞാൻ മോക്ഷം കൊടുക്കുകയാണ്. ഇത് അമ്മാവൻ കൊടുത്തയച്ച ഒരു കളിപ്പാട്ടമാണ് ഈ പാമ്പ് എന്നെനിക്ക് മനസ്സിലായി. ഭഗവാൻ ഒന്ന് ചിരിച്ചു. ഈ അനാസുരന് ശരിക്കും അഖം എന്ന് പറഞ്ഞാൽ പാപം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പാപം തന്നെ ഒരു രൂപമെടുത്ത് വന്നിരിക്കുന്ന വിഷമില്ലാത്ത ഒരു വലിയ പാമ്പാണ് ഈ പെരുമ്പാമ്പ്. അതെന്താ വിഷം ചേർത്തത് എന്ന് പറഞ്ഞത്? പെരുമ്പാമ്പിന് സുഖ വിഷം ഉണ്ടാവില്ല. പെരുമ്പാമ്പ് വിഴുങ്ങുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ ചുറ്റി പിടിക്കും. അപ്പൊ അതുകൊണ്ട് പെരുമ്പാമ്പിന് തീരെ വിഷമില്ലാത്ത ഈ പെരുമ്പാമ്പിന്റെ ഉള്ളിലാണ് കൃഷ്ണനും കൂട്ടുകാരും പശുക്കുട്ടികളും എല്ലാവരും എത്തിയത്. ഭഗവാൻ ഇരുന്ന് ആലോചിച്ചു. അപ്പോ ശ്രീശുഖബ്രഹ്മർഷിയുടെ മുമ്പിലിരുന്ന കഥ കേൾക്കുന്ന രാജാവ് ചോദിച്ചു, എന്താ ഭഗവാൻ ആലോചിച്ചത് ഗുരുനാഥ? ദ്വയം കഥം സ്യാത്. ഇതാണത്രേ ഭഗവാൻ ആലോചിച്ചത്. ദ്വയം കഥം സ്യാത്. എങ്ങനെയാണ് രണ്ട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയുക? ഏതാണ് രണ്ട് കാര്യം? ഒന്ന്, ഈ അഘാസുരന് പൂതനയെ പോലെ, ശകടാസുരനെ പോലെ, തൃണാവർത്തനെ പോലെ മോക്ഷം കൊടുക്കണം. അത് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, എൻ്റെ കൂടെയുള്ള എല്ലാ പശുക്കുട്ടികളെയും കൂട്ടുകാരെയും എനിക്ക് രക്ഷപ്പെടുത്തണം. ഈ രണ്ട് കാര്യങ്ങളും എങ്ങനെ ചെയ്യും എന്ന് ദ്വയം കഥം സ്യാൽ കുറച്ചു നേരം ഭഗവാൻ ചിന്തിച്ചു. അപ്പൊ ഭഗവാന് ഇപ്പൊ നമ്മളൊക്കെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവരോട് ചോദിച്ചാൽ അവര് നമ്മളെ സഹായിക്കും. പക്ഷെ ഭഗവാൻ ആരോടാ ചോദിക്കുക? ഇന്നലെ പാലാഴി മഥനം പറയുമ്പോൾ പറഞ്ഞല്ലോ, ഭഗവാന് സർവോപായ വിത്ത് എന്നൊരു പേരുണ്ട്. അങ്ങനെ ഒരു പേര് സഹസ്രനാമത്തിലൊന്നും കാണില്ല. സർവോപായ വിത്ത് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏത് ആപത്ഘട്ടത്തിലും എപ്പോഴും ഏത് ഉപായവും ഭഗവാന് തോന്നും. ബ്രഹ്മാവ് മുഴുന്ന താളത്തേക്ക് നോക്കി നിൽക്കുക അല്ല, അനാസുരന്റെ മായയിൽ പെട്ടുള്ളൂ ഭഗവാനില്ലേ. ഇനിയിപ്പോ എന്താണാവോ സംഭവിക്കാൻ പോണത്? അത് കാണാൻ വേണ്ടി ബ്രഹ്മാവ് ആകാശവീതിയിൽ നിന്ന് താഴത്തേക്ക് നോക്കി. അടുത്ത് കയറിയ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന് പെട്ടെന്നാണ് ഉപായം തോന്നിയത്. ഭഗവാൻ തന്റെ ശരീരം വലുതാക്കാൻ തുടങ്ങി. അതങ്ങനെ വലുതായി കുറെ വലുതായപ്പോ അഘാസുരന്റെ ഉള്ളില് ഒരു ഭാഗം പൊട്ടി. ഒരു വലിയ ഭാഗം പൊട്ടിയപ്പോൾ കൂടെയുള്ള എല്ലാവരോടും ഭഗവാൻ പറഞ്ഞു, ഇതാ കൂട്ടുകാരെ, ഇവിടെ പൊട്ടിയിട്ടുണ്ട്, ഇത് വലിയൊരു പെരുമ്പാമ്പാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പുറത്തേക്ക് പോകാം. ഭഗവാന്റെ കൂടെയുള്ള എല്ലാ കൂട്ടുകാരും പുറത്തേക്ക് ഇങ്ങനെ ഓടിച്ചാടി വരുന്നത് ബ്രഹ്മാവ് ആകാശത്തിൽ നിന്ന് നോക്കി നിന്നു. എല്ലാ പശുക്കുട്ടികളും പുറത്തേക്ക് വന്നു. എല്ലാവരും പുറത്തേക്ക് വന്നപ്പോൾ ബ്രഹ്മാവ് താഴത്തേക്ക് നോക്കി നിൽക്കുക. ഇവിടെ ഭഗവാനെ മാത്രം കാണാനില്ലല്ലോ. എന്ത് പറ്റി ഭഗവാന്? ഇത്രയും കൂടി കഴിഞ്ഞപ്പോഴാണ് ബ്രഹ്മാവ് താഴത്തേക്ക് നോക്കിയപ്പോൾ ആ അഘാസുരന്റെ ഉള്ളിൽ നിന്ന് ഭഗവാനും സാവധാനം പുറത്തേക്ക് വന്നു. എന്റെ അവസാനം ഭഗവാൻ വരാൻ കാരണം, ആ അഘാസുരനാടുന്ന പെരുമ്പാമ്പിന്റെ ഉള്ളില് ഇനി ഒരു പശുക്കുട്ടി പോലും ബാക്കിയില്ല, അവിടെ ഗോപകുമാരന്മാരാരും ബാക്കിയില്ല എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞിട്ടാണ് ഭഗവാൻ അവസാനമായി ആ പെരുമ്പാമ്പിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത്.
പെരുമ്പാമ്പ് അവിടെ വെച്ച് ചത്ത സമയത്ത് ആ പെരുമ്പാമ്പിന്റെ ഉള്ളിലുള്ള ജീവാത്മാവ് നേരെ ആകാശത്തിലേക്ക് ഉയർന്നു. ബ്രഹ്മാവ് വിചാരിച്ചത് എൻ്റെ അടുത്തേക്കാണോ ഈ ജീവൻ വരണത്? അല്ല, അത് ആകാശത്തിൽ അങ്ങനെ ഉയർന്ന് ഒരു ഭാഗത്ത് വന്നു നിന്നു. അത് അനങ്ങാതെ നിൽക്കുകയാണ്. ബ്രഹ്മാവ് ആലോചിച്ചത് എന്താ അനങ്ങാതെ നിൽക്കണത്, ഏതായാലും കാത്തിരിക്കാം. ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് പെരുമ്പാമ്പിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഭഗവാനും കൂടി പുറത്തേക്ക് വന്നു. ഭഗവാൻ പുറത്തേക്ക് വന്നപ്പോൾ ആകാസുരന്റെ നീല ജ്യോതിസ് മെല്ലെ മെല്ലെ ഭഗവാന്റെ പാദങ്ങളിൽ വന്ന് ചേരുന്നത് ബ്രഹ്മാവ് നോക്കി നിന്നു. അപ്പൊ ബ്രഹ്മാവിന് അത്ഭുതം തോന്നിയില്ല. കാരണം എന്താ? അഹം എന്ന് പറഞ്ഞാൽ പാപമാണ് എന്ന് നേരത്തെ പറഞ്ഞു. ആ അഘാസുരന് പോലും ഭഗവാൻ മോക്ഷം കൊടുത്തു എന്നുള്ള അത്ഭുതകരമായ ഒരു ലീലയാണ് ആര് കണ്ടത്? ബ്രഹ്മാവ് കണ്ടത്. അപ്പൊ ബ്രഹ്മാവിന് തോന്നിയിത്രേ, അങ്ങനെയാണെങ്കിൽ ഇതേതായാലും കേമായി. ഏത്? അഘാസുരന് പോലും ഭഗവാൻ മോക്ഷം കൊടുത്ത ഈ ലീല എത്രയോ ദിവ്യമായി, മനോഹരമായി. അപ്പൊ ബ്രഹ്മാവിന് തോന്നി, പോരാ, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് ഭഗവാനെ ഇതിനേക്കാൾ മനോഹരമായ അവിടുത്തെ ലീലകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഭഗവാൻ എന്താ ചെയ്തതെന്നല്ലേ? ഭഗവാൻ ഏതായാലും മനസ്സിലാക്കിയത്. ഭഗവാന് അന്തര്യാമി എന്നൊരു പേരുണ്ട് എന്ന് ഉപനിഷത്ത് പറയും. ബ്രഹ്മാവ് എന്താണ് ഇരുന്ന് ആലോചിക്കുന്നത് എന്ന് ആർക്ക് മനസ്സിലായി? ഭഗവാന് മനസ്സിലായി. അപ്പൊ ഭഗവാൻ തീരുമാനിച്ചു ബ്രഹ്മാവിന് ഏതായാലും തന്റെ നല്ല ഒരു ബാലലീല കാണിച്ചു കൊടുക്കണം. നാളെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. അന്ന് അമ്മ എന്തോ തൈര് കറക്കുക എന്തോ ചെയ്യാണ്. തൈര് ഇങ്ങനെ കറക്കണ സമയത്ത് അമ്മ എഴുന്നേറ്റ് ഓടിപ്പോയി. ഉടനെ ഭഗവാന് ദേഷ്യം വന്നു. എന്നിട്ട് ആ കടകോലെടുത്ത് തൈരിന്റെ പാത്രം പൊട്ടിച്ച് ഭഗവാൻ ഇരുന്നങ്ങനെ ആലോചിക്കുക. വൃന്ദാവനത്തിൽ ഇരുന്നിട്ട് ശരിക്കും ഞാൻ ഓടിപ്പോണ്ടില്ലായിരുന്നില്ലേ? അമ്മ എത്രയാണ് ഞാൻ ഓടിച്ചത്? എന്നിട്ട് അമ്മ എന്നെ കിട്ടാതെ ഓടി അവസാനമുള്ള കയറ് മുഴുവൻ കൊണ്ടുവന്ന് ഭഗവാൻ എന്നെ വയറിന്റെ മുകളിലേക്ക് നോക്കിയത്രേ. ഇവിടെ പാടൊന്നും കാണാനില്ല. അങ്ങനെയാണ് അന്ന് യശോദ ആരെ കിട്ടിയത്? ആ ഉണ്ണിയുടെ എൻ്റെ വയറിന്റെ മുകളിൽ അമ്മ എന്നെ കിട്ടിയതാണ്. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് എന്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്? എൻ്റെ ദിവ്യമായ ലീല കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു. ഭഗവാൻ ഇങ്ങനെ ഓർത്തു. എന്നിട്ട് ഞാൻ ആ ഉരലിങ്ങനെ വലിച്ചു പോണ സമയത്ത് രണ്ട് മരങ്ങളെ കണ്ടു. അങ്ങനെ നളകൂപരന് മോക്ഷം കൊടുത്തു, മണിഗ്രീവന് മോക്ഷം കൊടുത്തു. എൻ്റെ അമ്മയായ യശോദയ്ക്ക് ദാമോദര ലീലയും ഞാൻ കാണിച്ചു കൊടുത്തു. ഗോപികമാർക്കൊക്കെ വെണ്ണകെട്ട്, പാലുകെട്ട്, എന്തെല്ലാം കട്ടു നടന്നിട്ട് ഞാൻ എന്തെല്ലാം ദിവ്യമായ ലീലകൾ എൻ്റെ ഗോപികമാർക്കൊക്കെ കാണിച്ചു കൊടുത്തു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി എൻ്റെ ദിവ്യമായ ഒരു ലീല ആർക്ക് കാണിച്ചു കൊടുക്കണം? ബ്രഹ്മാവിന് കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചാണ് ഭഗവാൻ ബ്രഹ്മാവിന്റെ മനസ്സ് വായിച്ചെടുത്തു. അപ്പൊ ബ്രഹ്മാവ് എന്ത് ചെയ്തു എന്നല്ലേ? ഭഗവാൻ ചില ദിവസമൊക്കെ വൈകുന്നേരം പറയും, അമ്മേ എന്താ ഉണ്ണി, അതേ ഒരു കാര്യമുണ്ട്. നാളെ അമ്മേ ഞങ്ങൾ സാധാരണ പോലെയല്ല കാട്ടിലേക്ക് പശുക്കുട്ടികളെയും കൊണ്ടുപോകുന്നത്. പിന്നെ എങ്ങനെയാ നീ ഉണ്ണി പോകുന്നത്? അതോ നാളെ ഞങ്ങൾ പോകുമ്പോൾ അമ്മ എനിക്കൊരു കാര്യം ചെയ്തു തരേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉള്ളിൽ കളിക്കും. ചെറിയ ഉണ്ണിയ, എന്താ നിനക്ക് വേണ്ടത്? അമ്മേ നാളെ ഞാൻ കാട്ടിൽ പോയിട്ടാണ് ഊണ് കഴിക്കുന്നത്. കാട്ടിലോ? അമ്മയ്ക്ക് നല്ല ചോറും ഒക്കെ കയ്യിൽ വെച്ച് തരണം, മറന്നു പോകരുത്. അതിനാണ് നേരത്തെ പറഞ്ഞത്. തലേ ദിവസം വൈകുന്നേരം ഭഗവാൻ പറഞ്ഞു. ഭഗവാന്റെ കൂട്ടുകാരൊക്കെ അവരുടെ അമ്മമാരോട് ഇതേ കാര്യം പറഞ്ഞു. അങ്ങനെ ഭഗവാൻ തീരുമാനിച്ചു വനഭോജനം, കാട്ടിലിരുന്ന് ഊണ് കഴിക്കണം. അന്ന് യശോദ രാവിലെ ഉണ്ണിയെ നന്നായിട്ട് അലങ്കരിക്കുക. എന്നിട്ട് ആ യശോദ നല്ലൊരു പട്ടുകോണം ഉടുപ്പിച്ചു. അതോടെ നല്ലൊരു മഞ്ഞപ്പെട്ട അതിൻ്റെ മുകളിലുടുപ്പിച്ചു. ആ മഞ്ഞപ്പെട്ട് പിഴിഞ്ഞു വിടാണ്ടിരിക്കേണ്ട അതിൻ്റെ മുകളിൽ നല്ലൊരു കൊച്ചു കയറ് കൊണ്ടുവന്ന് കെട്ടി. മുറിയോ നോക്കൂ നീ? കുറെ ചാടി നോക്കി. അമ്മ ഇത് അടിയില്ല. ഈ എന്താ നിനക്ക് വേണ്ടത്? പൊട്ട്. അമ്മയ്ക്ക് നല്ലൊരു പൊട്ട് തൊടിച്ചു തരും. അപ്പൊ യശോദയുടെ ഒരു ഭാഗ്യം നോക്കി. യശോദ എന്ത് ചെയ്തു? ശിശുബ്രഹ്മർഷി പറയാണ്, ആ ഉണ്ണിയുടെ നെറ്റിയിൽ നല്ലൊരു പൊട്ട് തൊടിച്ചു കൊടുത്തു. അമ്മ മുടി. എന്ത് മുടി? അമ്മ മുടിയൊന്ന് കെട്ടിത്തരുമേ. അപ്പൊ യശോദ എന്ത് ചെയ്തു? ആ ഉണ്ണിയുടെ മുടി നല്ലതുപോലെ കെട്ടിക്കൊടുത്തു. ഇതിനൊക്കെ എന്താ വേണ്ടത്? ഇനി എനിക്ക് ഉമ്മ. അപ്പൊ അമ്മ ഭംഗിയാ ഭഗവാനെ കാണാനല്ലേ. യശോദ നല്ലതുപോലെ അലങ്കരിച്ച്, മുടിയൊക്കെ അലങ്കരിച്ച്, നല്ല പൊട്ടൊക്കെ കുത്തി. അത് കഴിഞ്ഞ് ഈ പരബ്രഹ്മത്തിന് ഇനി എന്തും കൂടി വേണം? ഒരു ഉമ്മ വേണം.
അമ്മ വാരി കയ്യിലെടുത്തമ്മ ഭാഗ്യം. ആ അമ്മ ആ ഉണ്ണിയെ വാരിയെടുത്ത് നല്ലൊരു ഉമ്മ കൊടുത്തു. ശ്രദ്ധിക്കണം കേട്ടോ, കട്ടിൽ കൂടെ പോകുമ്പം ചോറ് എവിടെയമ്മേ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എനിക്ക് നാട്ടിൽ നിന്നാണ് ചോറ്. അമ്മ ഉടനെ അകത്ത് പോയി ഒരു പാത്രം എടുത്തു കൊണ്ടുവന്നു. എന്നിട്ട് നറുനെയ് കൂട്ടിയൂരുട്ടിട്ടും നല്ലൊരു ഹൃദയർ കൂട്ടിയൂരുട്ടിട്ടും വറുത്തോരു പേര് പതിച്ചിട്ടു മീരണ്ടുരുളയോ എന്റെ മുരളിയും തരിക. അമ്മേക്ക് ഞാൻ ഇന്നലെ വൈകുന്നേരം ചോദിച്ചതൊക്കെ തരൂ എന്ന് പറഞ്ഞ് കണ്ണൻ കയ്യിൽ നീട്ടിയപ്പോ യശോദ ആ ചോറിലുള്ള കയ്യിൽ വെച്ചു കൊടുത്തു, ഉപ്പേരിയൊക്കെ കയ്യിൽ വെച്ചു കൊടുത്തു. അമ്മേ മുരളി അതെവിടെ? ഈശ്വരാ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഭഗവാൻ ചിരിച്ചു. എന്നിട്ട് ആ നല്ല മുരളി എടുത്തിട്ട് അമ്മ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഭഗവാൻ അതിരാവിലെ യാത്ര പുറപ്പെടുക. അപ്പൊ രാവിലെ പുറപ്പെടുമ്പോഴേ ഭഗവാൻ നേരെ മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്ക് അമ്മാടിയുടെ മുറ്റത്ത് പരീക്ഷിച്ച് 10,000 കൊച്ചു കൂട്ടുകാരാണ് നല്ല വേഷവിധാനങ്ങളോടുകൂടി അവരുടെ അമ്മമാര് കൊടുത്തേച്ച ആഹാരമൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ആഹ്ലാദത്തോടെ പാട്ടും പാടി ഓടക്കുഴലും പിടിച്ച് പശുക്കുട്ടികളെയും കൊണ്ട് അന്ന് കാട്ടിലേക്ക് പോയത്. അങ്ങനെ കാട്ടിൽ ചെന്നു, പലതരത്തിലുള്ള കളികളൊക്കെ ചെയ്തു. പരീക്ഷത്തെല്ലാം കെട്ടിരിക്കുക. എന്നിട്ടോ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, അത്ര ഭോക്തവ്യമസ്മാഭിർദ്ധിമാരൂഢം ക്ഷുതാർദിതാഹ. വിശുക്കണില്ലേ കൂട്ടുകാരെ? ക്ഷുതാർദിതാഹ, ഞങ്ങൾക്കൊക്കെ നല്ലപോലെ വിശുക്കുണ്ട്. അപ്പോ അത്ര ഭോക്തവ്യം, നമുക്ക് ഇവിടെ നിന്ന് ഊണ് കഴിക്കാം. വത്സാഹ സമീപേ അപഹം പീത്വ ചരന്തു ശനകേഹിത്രണം. പശുക്കുട്ടികളൊക്കെ അവർ പശുക്കുട്ടികളൊക്കെ പുല്ല് വേഞ്ഞ് നടന്നോട്ടെ. അതേതി അങ്ങനെ ആവാം എന്ന് പറഞ്ഞ് എല്ലാ പശുക്കുട്ടികളും പല പല ഭാഗത്തും പുല്ലൊക്കെ മേഞ്ഞ് നടന്നു. ഭഗവാൻ പറഞ്ഞു, നമുക്ക് ഇവിടെ ഇരിക്കാം. ശാദ്വലേ എന്ന് പറഞ്ഞാൽ എന്തൊരു പച്ചപ്പുല്ല അല്ലെ! വൃന്ദാവനത്തിൽ ഇഷ്ടം പോലെ പച്ചപ്പുല്ലുകള്. തൃണകുതുക നിവിഷ്ടൂരം ചരന്ത്യ. ആ പശുക്കുട്ടികളൊക്കെ പല പല ഭാഗത്തേക്ക് പുല്ലൊക്കെ തിന്നുകൊണ്ട് നടക്കാൻ തുടങ്ങി. ഉടനെ ഭഗവാൻ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ ഇരുന്ന് ഊണ് കഴിക്കാം. ബ്രഹ്മാവ് ഇതെല്ലാം ആകാശത്തൊന്ന് നോക്കി നിൽക്കുക. എന്തിനും വേണമല്ലോ നോക്കി നിൽക്കാനും ചില ആൾക്കാർ. അങ്ങനെ ബ്രഹ്മാവ് ഭഗവാൻ ഊണ് കഴിക്കുന്നതൊന്ന് നോക്കിയിരുന്നു. എന്നിട്ട് സഹോപവിഷ്ട വിപിനേ വിരേജുച്ഛത യഥാംഭോരുഹകർണികായാഹ. ഭഗവാൻ തന്റെ എല്ലാ കൂട്ടുകാരെയും ഭഗവാന്റെ ചുറ്റും പിടിച്ചിരുത്തി. ചെറിയ ചെറിയ കൂട്ടുകാരൊക്കെ ഭഗവാന്റെ അടുത്തിരുന്നു. ഉയരം കൂടിയ കൂട്ടുകാരൊക്കെ പിന്നിലേക്ക് ഇരുന്നു. എത്രയാ കൂട്ടുകാര്! 10,000 അല്ല, 20,000 അല്ല, എത്രയാണെന്ന് ചോദിച്ചാൽ അറിയില്ല. അസംഖ്യം കൂട്ടുകാര്. എല്ലാ കൂട്ടുകാരും ഭഗവാന്റെ ചുറ്റും ഇരിക്കുന്നു. ഭഗവാൻ നേരെ നടുക്ക് നിൽക്കുന്നു. ബ്രഹ്മാവ് നേരെ താഴത്തേക്ക് നോക്കിയപ്പോ ബ്രഹ്മാവിന് എന്താ തോന്നിയതെന്നറിയോ? വൃന്ദാവനത്തിൽ നല്ല ഒരു താമരപ്പൂ വിരിഞ്ഞതുപോലെ തോന്നി. ആ താമരപ്പൂവിന്റെ കർണികയുടെ ഭാഗത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ നിൽക്കുന്നത് പോലെ ബ്രഹ്മാവിന് തോന്നി. എന്നിട്ട് ബ്രഹ്മാവ് നല്ലൊരു ചിത്രമെടുത്തു. തന്റെ 8 കണ്ണുകളെയും കൊണ്ടും ആകപ്പാട് വലിയൊരു താമരപ്പൂ വിരിഞ്ഞതുപോലെ വൃന്ദാവനത്തിൽ ഇരിക്കുന്ന ഭഗവാനെയും കൂട്ടുകാരെയും ഒക്കെ കണ്ടിട്ട് ബ്രഹ്മാവ് അവിടുന്ന് മനോഹരമായൊരു ശ്ലോകം ചൊല്ലി. വിപ്രദ്വേണം ജഠരപടയോ ശൃംഗവേത്രേ കക്ഷേ മാമേ പാണോ മസൃണകപടം തൽഫലാന്യങ്കുലേഷു തിഷ്ഠൻ മധ്യേ സ്വപരി സുഹൃദോ ഹാസയൻ നമ്മഭിസ്വൈഹി സ്വർഗേ ലോകേ മിഷതി ബുഭുജേ യജ്ഞഭു ബാലകേളി. ഭഗവാന്റെ ഈ ബാലലീല ബ്രഹ്മാവ് നല്ലതുപോലെ കണ്ടു. എന്താ ഇപ്പൊ ഭഗവാൻ ചെയ്യുന്നത്? ധ്യാനിക്കാൻ ബ്രഹ്മാവിന് വലിയ ഇഷ്ടമാണത്രേ. അപ്പൊ ബ്രഹ്മാവ് പിന്നീട് സത്യലോകത്തിൽ പോയി ധ്യാനിക്കാൻ വേണ്ടി ആ ഭഗവാന്റെ മനോഹരമായ ചിത്രം കുറേ നേരം നോക്കി 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 കണ്ണുകളെ കൊണ്ട് ഒപ്പിയെടുത്തു. ഭഗവാൻ എന്താ ചെയ്യുന്നത്? അമ്മ നേരത്തെ പറഞ്ഞില്ലേ, അമ്മേ എന്റെ മുരളി എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ മറന്നുപോയതെന്ന് ഉടക്കുഴൽ എടുക്കാനേ. യശോദയാണ്. എന്നിട്ട് രാവിലെ അണിയിൽ ചൊരുക്കുന്ന സമയത്ത് ഇതാ നിന്റെ ഉടക്കുഴൽ എന്ന് പറഞ്ഞ് ഓടി വന്ന് ആ ഉടക്കുഴൽ കണ്ണന്റെ കയ്യിൽ കൊടുത്തത്. ഭഗവാൻ ചോദിച്ചു, ഊണ് കഴിക്കുമ്പോ ഈ ഉടക്കുഴൽ എന്താ ചെയ്യുക?
ഓടക്കുടൽ കയ്യിൽ പിടിച്ചിട്ട് ഊട് കഴിക്കാൻ പറ്റുമോ? ഉടനെ ഭഗവാൻ ആലോചിച്ചു. എന്ത് ചെയ്തു? ബിഭ്രത് വേണു, വേണു പറഞ്ഞ ഓടക്കുടൽ. ജഠര പടയോഹോ, അമ്മ രാവിലെ വേഷം കെട്ടിച്ചപ്പോ നല്ലൊരു പട്ടുകോൺ ഉടുപ്പിച്ചു, അതിന്റെ മേളിൽ വേറൊരു വസ്ത്രം അണിയിച്ചു, അതിന്റെ മുകളിൽ വേറൊരു വസ്ത്രം അണിയിച്ചു. അപ്പൊ ആ രണ്ട്, അതാണ് പടയോഹോ എന്ന് പറഞ്ഞത്. ആ രണ്ട്, ആ അരയിൽ കെട്ടിയിരിക്കുന്ന രണ്ട് വസ്ത്രങ്ങളുടെയും ഇടയിൽ കൂടെ ഭഗവാൻ അമ്മ തന്ന ആ വേണും ബിഭ്രത്, ആ ഓടക്കുടലവിടെ തിരികെ വെച്ചു. എന്നിട്ട് ബിഭ്രദ്വേണം ജഡ, എന്തായി ബ്രഹ്മാവെന്ന് താഴത്തേക്ക് നോക്കിയപ്പോൾ ഭഗവാൻ ആ ഓടക്കുടൽ തിരികെ വെക്കുന്നത് കണ്ടു. ഭഗവാൻ എന്ത് ചെയ്താലും അത് കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. പിന്നെന്താ ചെയ്തത്? ശൃംഗവേത്രേച കക്ഷേവാമേ പാണവും അസൃണകപടം. ശൃംഗവേത്രേച, ശൃംഗവും വേത്രവും. ശൃംഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശൃംഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൊമ്പ് എന്നർത്ഥം. എന്തിന്റെ കൊമ്പ്? കാളയുടെ കൊമ്പ്. കാളയുടെ കൊമ്പ് എന്തിനാ ഭഗവാൻ കയ്യിൽ പിടിച്ചത്? ഭഗവാന്റെ കയ്യിൽ കാളക്കൊമ്പുണ്ടോ? ഉണ്ട്. ഇല്ലെങ്കിൽ ഭാഗവതത്തിൽ എഴുതി വെക്കില്ലല്ലോ. ഇപ്പൊ ശൃംഗം എന്ന് പറഞ്ഞാൽ കാളക്കൊമ്പാണ്. ഭഗവാൻ ഈ കാളകൾക്കൊക്കെ പേരുണ്ട്. കാളകൾക്ക് പേരുണ്ട്, പശുക്കുട്ടികൾക്ക് പേരുണ്ട്. അപ്പൊ ആ കാളക്കൊമ്പ് എടുത്തിങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ പശുക്കളും പശുക്കുട്ടികളും ഒക്കെ ഭഗവാന്റെ അടുത്തേക്ക് എത്തും. ആ കാളക്കൊമ്പും അതുപോലെ തന്നെ വേത്രേ, വേത്രം എന്ന് പറഞ്ഞാൽ ചൂരലാണ്. അപ്പൊ ആ കൊമ്പും ചൂരലും ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ കയ്യിനിടയിൽ അവിടെ വെച്ചു. പിന്നെ വാമേ പാണവും, ബ്രഹ്മാവ് നോക്കി. എന്ത് ഭംഗിയാ ഭഗവാൻ ഓരോന്ന് ചെയ്യുന്നത് കാണാൻ. പിന്നീട് എന്താ ഭഗവാൻ ചെയ്തത്? വാമേ പാണവും. പാണവ് പറഞ്ഞാൽ കയ്യിൽ എന്നർത്ഥം. വാമേ എന്ന് പറഞ്ഞാൽ ഇടത് കയ്യിൽ എന്നർത്ഥം. ഇടത് കയ്യിലാണ് ആ യശോദ കൊടുത്തയച്ച, നേരത്തെ പറഞ്ഞില്ലേ, കൂട്ടിയിട്ടും നല്ല നെയ്യ് കൂട്ടിയ അമ്മ നന്നായിട്ട് കുഴച്ചു കൊടുത്ത മസ്രണകപടം. നന്നായിട്ട് അറിയാം അമ്മയ്ക്ക് ആ ഉണ്ണിക്ക് ഉരുള ഉണ്ടാക്കി കൊടുക്കാൻ. ആ അമ്മ ഉണ്ടാക്കി കൊടുത്ത അതിമനോഹരമായ നല്ല സ്വാദുള്ള ആ ചോറിന്റെ ഉരുള ഭഗവാൻ വലത്തെ കയ്യിലല്ല വെച്ചത്. ബ്രഹ്മാവ് നോക്കി. സ്വതവേ നമ്മളൊക്കെ വലത്തെ കയ്യിലല്ലേ ആഹാരം വയ്ക്കുക. പക്ഷെ ഭഗവാൻ വാമയെ പാടോ. ബ്രഹ്മാവ് നോക്കി ഇതെന്താ ഇടത്തെ കയ്യിൽ വെച്ചത്? ആവോ അറിയില്ല. അങ്ങനെ ഇടത്തെ കയ്യിൽ ഭഗവാൻ ആ ചോറുരുള വെച്ചു. ഫലാനി അങ്കുലീഷു. അങ്കുലി പറഞ്ഞാൽ എന്താ അർത്ഥം? വിരല്. അങ്കുലീഷു എന്നുള്ളത് ബഹുവചനമാണ്. അപ്പൊ ഭഗവാൻ ആ അമ്മ കൊടുത്തയച്ചിരുന്ന ആ ചോറിന് കൂട്ടാനുള്ള പലതരത്തിലുള്ള ഉപ്പേരി, കൊണ്ടാട്ടം, ഇതൊക്കെ ഭഗവാൻ എന്ത് ചെയ്തു? വിരലിന്റെ മുകളിലോ ഒക്കെ വെച്ചു. കൂട്ടുകാരോ ഒക്കെ കൃഷ്ണനെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. എന്തെല്ലാം കുസൃതികളാ ഈ കണ്ണൻ ചെയ്യുന്നതല്ലേ. കൂട്ടുകാരോ ഒക്കെ അപ്പോഴേക്ക് എന്ത് ചെയ്തു? അവരെല്ലാവരും പാത്രം കൊണ്ടുവന്നു. അവരുടെ പാത്രങ്ങളിൽ ചിലരുണ്ട് വലിയ പൂവെടുത്ത് വെച്ചു. ബ്രഹ്മാവ് നോക്കി, പൂവിലാണല്ലോ അവർ ആഹാരം വെച്ചത്. ചില ആൾക്കാർ നല്ല ഇലയിൽ ആഹാരം വെച്ചിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ആ പുഴയിൽ നിന്ന് കിട്ടിയ നല്ല ഭംഗിയുള്ള മിനുസമുള്ള കല്ലിന്റെ മുകളിലാണ് ചില കൂട്ടുകാർ അവരുടെ ആഹാരം വെച്ചത്. എല്ലാ കൂട്ടുകാരും അവരുടെ ആഹാരമൊക്കെ മുന്നിൽ ഇങ്ങനെ പൂവിലും ഇലകളിലും കല്ലിന്റെ മുകളിലും ചില ഉറിയിലും ഒക്കെ വെച്ചിട്ട് ചിരിച്ചിട്ടും ചിരിപ്പിച്ചിട്ടും എന്തൊരു കളിയാ ഭഗവാൻ കളിക്കണതല്ലേ. അങ്ങനെ എല്ലാവരും ഇരുന്ന് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് സ്വസ്വഭുജ്യരുചി പൃഥക്ക് ഓരോരുത്തരും അവരുടെ ആ ആഹാര സാധനങ്ങളുടെ രുചിയെ പറ്റി അഭിപ്രായം പറയുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. അങ്ങനെ സുഖമായി ഇരുന്ന് ഊണ് കഴിക്കുന്നു. ബ്രഹ്മാവ് ഒരു കാര്യം ശ്രദ്ധിച്ചു. കൃഷ്ണൻ ഇരുന്നിട്ടേ ഇല്ല. ബാക്കിയുള്ള എല്ലാ കൂട്ടുകാരും ഇരിക്കുകയാണ്. പക്ഷെ കൃഷ്ണൻ ഒരിക്കലും ഇരിക്കാതെ നടക്ക് തിഷ്ഠൻ. തിഷ്ഠൻ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മാവ് ശ്രദ്ധിച്ചു. എന്താണാവോ ഈ ലീലയുടെ അർത്ഥം? എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ ബ്രഹ്മാവ് ആലോചിച്ചു, പണ്ടൊരിക്കല് ഈ തൂണിന്റെ ഉള്ളെന്ന് ഭഗവാൻ നരസിംഹമായിട്ട് അവതരിച്ചിരുന്നല്ലോ. ബ്രഹ്മാവ് ആലോചിക്കുക, അന്ന് ഞാൻ ആ താമരപ്പൂവിന് സത്യലോകത്തിൽ ഇരുന്ന് യജുർവേദത്തിലെ കാണ്ഡശാഖ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാം. ആര്യ ബ്രഹ്മാവ്. അപ്പൊ യജുർവേദത്തിലെ ആ കാണ്ഡശാഖ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ തൂട് പൊട്ടിയിട്ട് സംഭേഘട്ടയതോ ഹിരണ്യകശിപോഹോ കർണോ സമാചൂർണയൻ. ആ തൂണങ്ങട് പൊട്ടിയതും ഭഗവാൻ അവിടുന്ന് വലിയൊരു അട്ടഹാസം ചെയ്തപ്പോൾ സത്യലോകത്തിലിരുന്ന് താമരപ്പൂവിലിരുന്ന് ആ കാണ്ഡശാഖ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാവ് ഞെട്ടി താമരപ്പൂവിൽ നിന്ന് തലകുത്തി വീണു. സരസ്വതി ഓടി വന്നു. എന്തേ പറ്റിയത്? ബ്രഹ്മാവിന് ബോധം ചെയ്യണ്ടേ? ആരൊക്കെയോ
മാണിക്യവും മരീചിയും മുതലായവർക്ക് ഓടി വന്നു. അവരൊക്കെ വീണവരെല്ലാവരും ഓടി വന്ന് താമരപ്പൂവിൽ നിന്ന് വീണ ബ്രഹ്മാവിനെ നോക്കി ആരോ പറഞ്ഞു അവിടെ എന്തോ ഒരു അവതാരം നടത്തുന്നുണ്ട്. ആ അട്ടഹാസം കേട്ടിട്ട് താമരപ്പൂവിൽ നിന്ന് പോലും താൻ കണ്ട് വീട് പോയതാ. എന്നിട്ട് അവസാന അവതാരമൊക്കെ കഴിഞ്ഞപ്പോ ബ്രഹ്മാവിനോട് അന്ന് നരസിംഹമൂർത്തി മെല്ലെ അകത്തളത്തിലേക്ക് വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, അതെ ഇവിടെ ഒരു കാര്യം പറയണം. എന്താണ്? ഇനി മേലാൻ അസുരന്മാർക്ക് പാമ്പിന് വിഷം കൊടുക്കുന്നത് പോലെ ഈ മാതിരി മരങ്ങളൊന്നും കൊടുക്കരുത്. മനസ്സിലായോ? മനസ്സിലായി. നല്ലോണം മനസ്സിലായി. നോക്കുമ്പോഴും അതെന്താ ഭഗവാൻ അറിയാം. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഈ ബ്രഹ്മാവിന് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഈ വനഭോജനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഭഗവാനോട് വീണ്ടും കളിക്കണം, ഭഗവാനെ ഒന്ന് കളിപ്പിക്കണം. അത് നരസിംഹാവതാരത്തിൽ ഭഗവാൻ പ്രത്യേകം പറഞ്ഞതാണല്ലേ. അതൊക്കെ മറന്നുപോയി. എന്നിട്ട് ഇങ്ങനെ ഊണ് കഴിക്കുന്ന ഭഗവാനെ കണ്ടപ്പോൾ ഈ ബോധമൊന്നും ഉദിക്കാത്ത, എത്ര പറഞ്ഞിട്ടും കാര്യം മനസ്സിലാവാത്ത ആ വേദപണ്ഡിതനായ ബ്രഹ്മാവ് നേരെ പോയി. ഏതായാലും നല്ല തഞ്ച എന്തിന് അക്കാൻ. എന്നിട്ട് ആ വൃന്ദാവനത്തിൽ കുറേ ദൂരെ പശുക്കുട്ടികളൊക്കെ അങ്ങനെ പുല്ലുപെഞ്ഞ് നടക്കുന്നുണ്ട്. ബ്രഹ്മാവ് ചെന്ന് എല്ലാ പശുക്കുട്ടികളെയും അവിടെ നിന്ന് തന്റെ മായ കൊണ്ടെടുത്ത് കൊണ്ടുപോയി സത്യലോകത്തിൽ ഒളിപ്പിച്ചു വെച്ചു. അപ്പൊ ഊണ് കഴിക്കുന്ന കുട്ടികൾ ആരോ അങ്ങനെ അവരെങ്ങനെ ഇടയ്ക്ക് കുട്ടികളല്ലേ, അവരിടയ്ക്ക് അങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. അതിലേതോ ഒരു കുട്ടി വിളിച്ചു പറഞ്ഞു, കൃഷ്ണ എന്താ നിനക്ക് ഈ ചോറുകള വേണോ? അതല്ല, എന്താ കാര്യം? കാണാനില്ല. എന്ത്? നീ കൊണ്ടുവന്ന ചോറോ? ഞാൻ കൊണ്ടുവന്ന ചോറല്ല, നമ്മുടെ പശുക്കുട്ടികളെ കാണാനില്ല. നിനക്ക് എങ്ങനെയാ മനസ്സിലായി? ഞാൻ തിരിഞ്ഞു നോക്കി. ആഹാ, അപ്പൊ വേറെ എല്ലാവരും തിരിഞ്ഞു നോക്കി. കൃഷ്ണ ശരിയാണ്, പശുക്കുട്ടികളെ ഒന്നും കാണാനില്ല. അപ്പൊ എല്ലാവരും ആരും എണീക്കരുത്. മിത്രാണി, കൂട്ടുകാരെ, ആശാന്മാ വിരമത. എന്താ ആശാന്മാ വിരമത പറഞ്ഞ എന്താ അർത്ഥം? ആ ഊണ് കഴിക്കുമ്പോൾ ആരും എണീക്കരുത്, എല്ലാവരും അവിടെ ഇരിക്കൂ. ബ്രഹ്മാവ് ഇങ്ങനെ നോക്കിയത്രേ. അല്ല, എന്താ അവിടെ കൃഷ്ണൻ പറയണത്? മിത്രാണി ആശാന്മാ വിരമത. ഞാൻ പശുക്കുട്ടികളെ കൊണ്ടുവന്ന് കൃഷ്ണന് മനസ്സിലായി. ഒരിക്കലും കൃഷ്ണൻ കാണാത്ത രീതിയിൽ ലക്ഷക്കണക്കിന് പശുക്കുട്ടികളെ മുഴുവനും വൃന്ദാവനത്തിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത് ബ്രഹ്മാവ് തന്റെ മായ കൊണ്ട് മറച്ചു വെച്ചു. ബ്രഹ്മാവ് വീണ്ടും നോക്കി. കൃഷ്ണൻ ഇപ്പോൾ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ടാവും. കൂട്ടുകാരോടൊക്കെ ഊണ് കഴിക്കുമ്പോൾ ആരും എണീക്കരുത് എന്ന് പറഞ്ഞ് ഭഗവാൻ വിചിന്നൻ ഭഗവാൻ കൃഷ്ണ സപാണികകളോയോ. കൂട്ടുകാരെ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമെന്നും പറഞ്ഞ് ഭഗവാൻ ഊണ് കഴിച്ച് പകുതിയായിട്ടേ ഉള്ളൂ അല്ലേ. അതാണ് സപാണികബള. ആ ചോറുകളെയും കയ്യിലെടുത്ത് യയോ ഭഗവാൻ ആരെ അന്വേഷിച്ചു പോയി? എല്ലാ പശുക്കുട്ടികളെയും അന്വേഷിച്ചു പോയി. അപ്പോൾ വിശ്വബ്രഹ്മർഷി എത്ര വിസ്തരിച്ച കഥ പറഞ്ഞു കൊടുക്കണതല്ലേ. ഹേ പരീക്ഷിത്തെ, അങ്ങ് കഥ കേട്ടോളൂ. ചിലപ്പോ ശ്രീശുഖബ്രഹ്മർഷിക്ക് ഒരു വലിയ ആവേശം വരുമത്രേ. ആവേശം വരുമ്പോൾ അനുഷ്ഠിപ്പ് വൃത്തങ്ങളൊക്കെ മാറ്റി വേറെ ഏതെങ്കിലും വൃത്തത്തിലാണ് ശ്രീശുഖബ്രഹ്മർഷി ഭാഗവതം പറയുക. ഭഗവാൻ അവിടുന്ന് പശുക്കുട്ടികളെ അന്വേഷിച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ ഭാവാവേശം വന്ന ശ്രീശുഖബ്രഹ്മർഷി അനുഷ്ഠപൂർത്തൊക്കെ മാറ്റിയിട്ട് പറഞ്ഞു, അംഭോജന്മജനിസ്തദന്തരഗതോ മായാർഭകസ്യേഷിതോ ദൃഷ്ടും മഞ്ജുമഹിത്വമന്യതവിതൽ വത്സാരിതോ വത്സവാൻ നീത്വാന്യത്ര കുരുദ്വഹ. എന്താ കുരുദ്വഹ എന്ന് വിളിച്ചത്? ഭഗവാൻ പോയി എന്ന് പറഞ്ഞ സമയത്ത് പരീക്ഷിത മഹാരാജാവ് ആ ചോറുകളുമായി ഓടിപ്പോകുന്ന പശുക്കുട്ടികളെ അന്വേഷിച്ചു പോകുന്ന ഭഗവാനെ തന്നെ ധ്യാനിച്ചിരിക്കുകയായിരുന്നു. അത് ഗുരുനാഥന് മനസ്സിലായി. അംഭോജന്മജനിസ്തദന്തരഗതോമായ ദൃഷ്ടും മഞ്ജുമഹിത്വം അന്യതവിതവത്സാനിതോ വത്സവാൻ നീത്വാന്യത്ര. അതുവരെയുള്ള കഥ പറഞ്ഞപ്പോൾ ഗുരുനാഥന് മനസ്സിലായി, ഞാൻ പറയുന്ന കഥയൊന്നും രാജാവ് ശ്രദ്ധിക്കണില്ല. ഇത് ഗുരുവിനെ മനസ്സിലാവുള്ളൂ. എന്താ ഇപ്പൊ പരീക്ഷിച്ച് ചെയ്യണത്? നേരത്തെ പറഞ്ഞില്ലേ ഭഗവാൻ സപാണികബള യയോ എന്ന് പറഞ്ഞപ്പോ ആ ചോറുകളെയും കയ്യിൽ പിടിച്ച് പശുക്കുട്ടികൾ അന്വേഷിക്കുന്ന ഭഗവാനെയാണ് ഇവ ആരും ധ്യാനിക്കുന്നത്, രാജാവ് ധ്യാനിക്കുന്നത്. ശ്രീശുഖബ്രഹ്മർഷി പറയുന്ന കഥയൊന്നും ശ്രദ്ധിക്കണില്ല എന്ന് മനസ്സിലായി.
അപ്പൊ ആ ഗുരുനാഥൻ ചില സൂത്രം ഉപയോഗിച്ച് ആ രാജാവിനെ ആ സമാധിഭാവത്തിൽ നിന്ന് മാറ്റിയിട്ട് വിളിച്ചു, ഹേ ഗുരുദ്വഹ, ഞാൻ പറയണ കഥയിൽ ശ്രദ്ധിക്കാനുണ്ടോ? ചിലപ്പോൾ കാണാറില്ലേ നമ്മുടെ ക്ലാസ്സിലൊക്കെ കുട്ടികൾ ശ്രദ്ധിക്കണില്ല എന്ന് കണ്ടാൽ ഗുരുനാഥൻ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരുടെ ശ്രദ്ധ ആ വിഷയത്തിലേക്ക് കൊണ്ടുവരും. ഹേ പരീക്ഷിത്തെ, അങ്ങ് ഈ കഥ ശ്രദ്ധിച്ചു കേൾക്കണം. ദൃഷ്ട്വാഘാസുരമോക്ഷണം പ്രഭവത പ്രാപ്ത പരം വിസ്മയം. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ പശുക്കുട്ടികളൊക്കെ അന്വേഷിച്ചു പോയപ്പോ ബ്രഹ്മാവിനെ മനസ്സിലായി, ഇപ്പോൾ ഭഗവാൻ എവിടെയില്ല, കൂട്ടുകാരുടെ കൂടെയില്ല. അപ്പൊ കൂട്ടുകാരൻ മോഷ്ടിക്കാൻ നല്ല സുഖമാണ്. അങ്ങനെ ബ്രഹ്മാവ് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ 10,000-കണക്കിലുള്ള കൂട്ടുകാരെ മുഴുവനും തന്റെ മായ ഉപയോഗിച്ച് അവിടെ നന്നായിട്ടെടുത്ത് സത്യലോകത്തിൽ കൊണ്ടുവച്ചു. അങ്ങനെ ഭഗവാൻ പശുക്കുട്ടികളൊക്കെ അന്വേഷിച്ചു. എല്ലാ പശുക്കുട്ടികൾക്കും പേരുണ്ട്. പക്ഷേ ഒരു പശുക്കുട്ടിയെയും കാണാതെ ഭഗവാൻ തിരിച്ച് ഊണ് കഴിക്കുന്ന കൂട്ടുകാരുടെ അടുത്തെത്തിയപ്പോൾ, അല്ലയോ പരീക്ഷിത്തെ, കൂട്ടുകാരെയൊന്നും കാണാനില്ല. അയ്യോ, ഇപ്പൊ വൃന്ദാവനത്തിൽ ആര് മാത്രമേ ഉള്ളൂ? ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രം. അപ്പോ ഇരുന്നിങ്ങനെ ആലോചിച്ചു അത്രേ ഭഗവാൻ. ഭഗവാന്റെ ആലോചനകൾ എന്ന് പറഞ്ഞ് ശരിക്കും ഭാഗവതം എഴുതാൻ പറ്റുള്ളൂ. ഓരോ സമയത്തും ഭഗവാനെ ഞാൻ ആലോചിക്കുന്നത്. ഒരു നിമിഷം ശ്രീകൃഷ്ണ ഭഗവാൻ ആലോചിച്ചപ്പോൾ ഭഗവാനെ ചെറിയ ഉണ്ണിയാട്ടോ. ഞാൻ നിങ്ങളോട് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഉണ്ണിയാണെന്നും വിചാരിക്കണ്ട. ചെറിയ ഉണ്ണിയാണ്. ഒരു 4 വയസ്സൊക്കെ ആയിട്ടേ ഉള്ളൂ. ആ 4 വയസ്സുള്ള ആ ചെറിയ ഉണ്ണി ഇരുന്നങ്ങനെ ആലോചിച്ചു. എന്താ ആലോചിച്ചത്? ഈശ്വര, സർവം വിധികൃതം. എന്റെ ഒരു വിധി, ഞാൻ ഭൂമിയിൽ വന്നിട്ട് കൃഷ്ണനായി മനുഷ്യനാട്ടിയൊക്കെ അങ്ങനെ ആടുന്ന സമയത്ത് എന്റെ ഒരു വിധി നോക്കണേ. സർവം വിധികൃതം കൃഷ്ണ സഹസാവജഗാമഹ. ഇതെല്ലാം